നമ്മൾ സെക്കൻഡ് ഓർഡർ ലെങ്കെ-കുട്ടാവ് മെത്തേഡ് പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഫോർത്ത് ഓർഡർ ലെങ്കെ-കുട്ടാവ് മെത്തേഡാണ്. സെക്കൻഡ് ഓർഡർ നമ്മൾ പഠിച്ചത് ഓർമ്മ കാണും. y1 = y0 plus half k1 plus k2 എന്നതാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞ ഇക്വേഷൻ. y1 = y0 plus half into k1 plus k2. ഇതിലെ k1 നിങ്ങൾക്കറിയാം. k1 എന്ന് പറയുന്നത് h into f of x0 y0 ആയിരുന്നു. k2 എന്ന് പറയുന്നത് h into f of x0 plus h y0 plus k1 ആയിരുന്നു. ഒന്ന് റിവൈസ് ചെയ്യുക. സെക്കൻഡ് ഓർഡർ ലെങ്കെ-കുട്ടാവ് മെത്തേഡ്. പക്ഷേ ഇതിനെ മോർ ജനറലി വി ക്യാൻ റൈറ്റ് y1 എന്ന് പറയുന്നത് നമുക്ക് എഴുതാൻ പറ്റുന്നത് y0 plus w1 k1 plus w2 k2 എന്നതാണ് ഇതിന്റെ ജനറൽ എക്സ്പ്രഷൻ. ഇതിലെ w1 ഉം w2 ഉം ഹാഫ് ആയപ്പോൾ we will call it as second order ലെങ്കെ-കുട്ടാവ് method. So this is a more general form. y1 = y0 plus w1 k1 plus w2 k2. ഇതിൽ നിന്നും എങ്ങനെയാണ് ജനറൽ സെക്കൻഡ് ഓർഡർ മെത്തേഡ് വരുന്നത് നമുക്കൊന്ന് നോക്കാം. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ k1 എന്ന് പറയുന്നത് ജനറൽ ഫോം തന്നെയാണ് h f0 which is f of x0 y0. അത് തന്നെയാണ് k1. പക്ഷേ k2 നിങ്ങൾ എഴുതുമ്പോൾ നമ്മൾ രണ്ട് കോഎഫിഷ്യന്റിനെയും കൂടെ അവിടെ ചേർക്കും. ഫസ്റ്റ് വൺ ഈസ് ആൽഫ 0, നെക്സ്റ്റ് വൺ ഈസ് ബീറ്റ 0. ഈ രണ്ട് കോഎഫിഷ്യന്റും കൂടെ ചേർത്താണ് നമ്മൾ ആരെ എഴുതുന്നത്, k2 എഴുതുന്നത്. എങ്ങനെയെന്ന് ചോദിച്ചാൽ k2 എന്ന് പറയുന്നത് h into f of, ഇവിടെ എന്താ വന്നത്, x0 plus h അല്ലേ, അവിടെ ആര് വരും, x0 plus ആൽഫ 0 h ആണ് വരേണ്ടത്. ആൽഫ 0 h y0 plus beta 0 k1. So this is the general form. ഇവിടെ ആൽഫ 0 ബീറ്റ 0 1 ആയതാണ് ഈ k2 എഴുതിയിരിക്കുന്നത്. അതെങ്ങനെയെന്നുള്ളതാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. സോ k2 = h into f of x0 plus alpha 0 h plus y0 plus beta 0 k1. നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, നമുക്ക് ആൽഫ 0യെയും ബീറ്റ 0യെയും കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് w1 w2 കൂടെ കണ്ടുപിടിക്കണം. രണ്ട് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യുക, ടെയ്ലർ സീരീസ് എക്സ്പാൻഷൻ ചെയ്യുക, രണ്ട് സൈഡിനെയും ഇക്വേറ്റ് ചെയ്യുക. ഈ ഒരു രീതിയിൽ നമുക്ക് ഇതിന്റെ കോഎഫിഷ്യൻസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ സാധിക്കും. y1നെ എക്സ്പാൻഡ് ചെയ്യാൻ നിങ്ങൾക്കറിയാം. എങ്ങനെയാണ് y1നെ ചെയ്യുന്നത്, y1 എന്ന് പറയുന്നത് അറൗണ്ട് y0 ടെയ്ലർ സീരീസ് എക്സ്പാൻഷൻ ഒരുപാട് നമ്മൾ എഴുതി കഴിഞ്ഞു. y1 എന്ന് പറയുന്നത് y0 plus h into y0 dash plus h square by 2 factorial y0 double dash plus etc. So this is the y1 term. പക്ഷെ ഇവിടെ നമുക്കൊരു കാര്യം ചെയ്യണം, നമുക്കിതിനെ f of xy എന്ന് പറയുന്ന ടേമിൽ എഴുതണം. ഇവിടെ നമുക്ക് y0 ഡാഷിനെയും y0 ഡബിൾ ഡാഷിനെയും ഇൻ ടേംസ് ഓഫ് f എഴുതണം, അല്ലെങ്കിൽ f of xy എഴുതണം. അപ്പോൾ y0 പ്ലസ് y0 ഡാഷിനെ നിങ്ങൾക്ക് അറിയാം എങ്ങനെ എഴുതുമെന്നുള്ളത്. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എന്താണ്, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, f of xy എന്ന് പറയുന്നത് dy/dx ആണ്. അതായത് f of xy എന്ന് പറയുന്നത് y ഡാഷ് ആണെങ്കിൽ y0 ഡാഷിന് പകരം നമുക്ക് എന്ത് എഴുതാൻ സാധിക്കും, f0 എന്ന് എഴുതാൻ സാധിക്കും. y0 ഡാഷിന് പകരം f0 എഴുതാൻ സാധിക്കും. അടുത്തത് പ്ലസ് x²/2 ഫാക്ടോറിയൽ y0 ഡബിൾ ഡാഷ്. നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, d²/dx² ആണ്. അതിന് എങ്ങനെ എഴുതാൻ പറ്റും, ∂f/∂x plus f into ∂f/∂y എന്ന് എഴുതാൻ പറ്റും. ആ രീതിയിൽ അതിനെ മാറ്റുക. y0 ഡബിൾ ഡാഷിന് പകരം ∂f/∂x plus f0 ∂f/∂y plus etc. ഈ രീതിയിൽ ഇതിനെ മാറ്റുക. അപ്പോൾ നമ്മൾ y1നെ എഴുതി. ഇനി നമുക്ക് എഴുതേണ്ടത് RHSനെയാണ്. y0 പ്ലസ് ഹാഫ് k1 പ്ലസ് k2. അപ്പോൾ RHSനെ കമ്പൈൻ ചെയ്ത് നമുക്ക് അങ്ങ് എഴുതാം. y0 പ്ലസ് സോറി ഇതല്ല, ഇതാണ് y0 പ്ലസ് w1 k1 പ്ലസ് w2 k2 ആണ് നമുക്കുള്ളത്. അതിന് നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും, w1 k1 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം h f of x0 y0 ആണ്.
So it is HF0 plus W2 K2. K2 നിങ്ങൾക്ക് അറിയാം. This is the expression. W2 into H into F of X0 plus alpha 0 H Y0 plus beta 0 K1. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ടൈലർ സീരീസ് എക്സ്പാൻഷനിൽ മാറ്റേണ്ടി വരും. എങ്ങനെ എഴുതാം? W2 into K2 ന് പകരം നമ്മൾ എഴുതുന്നത് H. അപ്പോൾ H is there. അടുത്ത ഈ ഒരു ടേമിനെ നമുക്ക് ടൈലർ സീരീസ് എക്സ്പാൻഷനിൽ എഴുതണം. നമുക്കറിയാം ഇപ്പോൾ രണ്ട് ഇൻക്രിമെന്റ് ഉണ്ട്. ആ രണ്ട് ഇൻക്രിമെന്റിനെ കൺസിഡർ ചെയ്ത് വേണം നമുക്ക് എഴുതേണ്ടത്. സോ ഫസ്റ്റ് ടേം എന്ത് വരും? എഫ് ഓഫ് x0 y0 ആണ്. ഇറ്റ് ഈസ് f0 പ്ലസ് എക്സിന്റെ ഇൻക്രിമെന്റ് ആൽഫ 0 h ആണ്. അവിടെ ഡോ എഫ് ബൈ ഡോ എക്സ് അറ്റ് എക്സ് ഈക്വൽ ടു x0. അടുത്തത് y-ന്റെ ഇൻക്രിമെന്റ് ആണ് ബീറ്റ 0 k1 dou f by dou y when y equal to y0 plus ടേമുകൾ വരും. നമ്മൾ അതിനെ ബോധർ ചെയ്യുന്നില്ല. ഈ രീതിയിലാണ് നമ്മൾ എഴുതുന്നത് എക്സെട്ര. സോ ദിസ് ദ ടൈലർ സീരീസ് എക്സ്പാൻഷൻ ഓഫ് ദി റൈറ്റ് സൈഡ്. ശ്രദ്ധിക്കേണ്ടത് ഇവിടെ രണ്ട് ഇൻക്രിമെന്റിൽ വേണം നിങ്ങൾ എഴുതാൻ. ഇവിടെ ആൽഫ 0h dou f by dou x0 പ്ലസ് ബീറ്റ 0 K1 ന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് കൊടുക്കാം? HF0 കൊടുക്കാം. What is K1? HF0. അപ്പം ഇത് ബീറ്റ 0 HF0 dou f by dou y0 ആണ്. ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ കാണുന്നത് W1 HF0 ഉണ്ട്, ഇവിടെ W2 HF0 ഉണ്ട്. കോമൺ ആയിട്ട് എടുത്താൽ you will get HF0 into W1 plus W2. നമ്മൾ അടുത്ത ചെയ്യുന്നത് നമ്മൾ ഈ ഇക്വേഷൻ ആണ് ജനറൽ. y1 equal to y0 plus w1 k1 plus w2 k2 എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് ജനറൽ ഫോം. അതിലേക്ക് LHSലും RHSലും നമ്മൾ ടൈലർ സീരീസ് എക്സ്പാൻഷൻ എഴുതുക. ഇത് LHS ഞാൻ എഴുതിയിട്ടുണ്ട്, നോക്കിയാൽ അറിയാം. y0 plus hf0 h square by 2 factorial dou f by dou x plus f0 dou f by dou y plus some coefficient into h cube. റൈറ്റ് സൈഡിൽ y0 plus ഇത് w1 plus w2 നെ മാറ്റി കമ്പൈൻ ചെയ്ത് എഴുതിയിട്ടുണ്ട്. w1 plus w2 hf0 plus w2 h0 plus some coefficient into h cube. ഇനി നമുക്ക് കോഎഫിഷ്യൻസ് കിട്ടാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇക്വേറ്റ് ദ കോഎഫിഷ്യന്റ് ഓഫ് f of xy and its derivative. രണ്ട് സൈഡിലും f of xy യെയും അതിന്റെ ഡെറിവേറ്റീവിനെയും എന്ത് ചെയ്യുക? ഇക്വേറ്റ് ചെയ്താൽ you will get the coefficient alpha 0 beta 0 w1 w2. ഒന്ന് ചെയ്ത് നോക്കേ. ആദ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് f0യെ രണ്ട് സൈഡിൽ ഇക്വേറ്റ് ചെയ്യാം. ഇവിടെ ഉള്ളത് hf0 ആണ്, ഇവിടെ ഉള്ളത് w1 plus w2 hf0 ആണ്. which means by equating this term we can conclude that w1 plus w2 എന്തായേ പറ്റൂ? 1 ആയേ പറ്റൂ. ഇവിടെ hf0 ആണ്, അപ്പോൾ ഇവിടെ എന്ത് വരാനേ പാടുള്ളൂ? hf0 വരാനേ പാടുള്ളൂ. അതുകൊണ്ട് w1 plus w2 എന്തായേ പറ്റൂ? 1 ആയേ പറ്റൂ. So we got the first condition w1 plus w2 equal to 1. അടുത്തത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് dou f by dou x നെ ഇക്വേറ്റ് ചെയ്യാം. ഇവിടെ എന്തുണ്ട്? x square by 2 dou f by dou x. ഇവിടെ w2 x square alpha 0 dou f by dou x. അപ്പോൾ നമുക്ക് അവിടെ വേണ്ടത് ഈ ടേമിൽ എന്തേ വരാൻ പാടുള്ളൂ? dou f by dou x ന്റെ കോഎഫിഷ്യന്റ് h square by 2 വരാൻ പാടുള്ളൂ. h square ഉണ്ട്, അതുകൊണ്ട് തന്നെ w2 alpha 0 എന്തായേ പറ്റത്തുള്ളൂ? 1/2 ആയേ പറ്റത്തുള്ളൂ. So we got second condition w2 alpha 0 1/2. മനസ്സിലായതിൽ എഴുതുന്നു. ഇവിടെ നിങ്ങൾക്ക് അറിയാം h square by 2 ആണ്, ഇവിടെ h square ഉള്ളൂ, by 2 ഇല്ല. അതുകൊണ്ട് തന്നെ w2 alpha 0 എന്തായേ പറ്റൂ? 1/2 ആയേ പറ്റൂ. അടുത്ത dou f by dou y നിങ്ങൾ ഇക്വേറ്റ് ചെയ്യുമ്പോഴും അവിടെയും നിങ്ങൾക്കുള്ളത് h square by 2 f0 ആണുള്ളത്. ഇവിടെയും നിങ്ങൾക്ക് w2 h square beta 0 f0 എന്നാണ് കിടക്കുന്നത്. അവിടെ h square ഉണ്ട്, f0 ഉണ്ട്, ബാക്കി ബീറ്റ 0 അല്ലെങ്കിൽ ആൽഫ 0 എന്താ വരുന്നത്? w2 beta 0 എന്ന് പറയുന്നത് ഇവിടെയും എന്തായേ പറ്റൂ? 1/2 ആയി പറ്റും. സോ അനദർ കണ്ടീഷൻ w2 beta 0 എന്തായേ പറ്റൂ? 1/2. സോ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. w2 alpha 0 1/2, w2 beta 0 1/2. അർത്ഥം എന്താ? alpha 0 must be equal to beta 0.
ആൽഫ സീറോയും ബീറ്റ സീറോയും എന്തായേ പറ്റൂ, ഈക്വൽ ആയേ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് ഇവിടെ ആൽഫ സീറോക്ക് ഏതെങ്കിലും ഒരു വാല്യൂ അസൈൻ ചെയ്യാം, മറ്റുള്ളതിനെ കണ്ടുപിടിക്കാം. സോ ഇഫ് യു സെറ്റ് ആൽഫ സീറോ ഈക്വൽ ടു ബീറ്റ സീറോ ഈക്വൽ ടു 1, ഞാൻ അസൈൻ ചെയ്തത് ആൽഫ സീറോയും ബീറ്റ സീറോയും 1 ആണെന്ന് അസൈൻ ചെയ്തു. അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് W1, sorry, what is W2? W2 എന്ന് പറയുന്നത് W2 into 1 equal to half, so you get W2 equal to half. ആ W2 ഈ ഇക്വേഷനിലേക്ക് കൊടുത്താൽ you will get W1 is also. So if we got all the coefficient, we got alpha 0 equal to beta 0 equal to 1, we got W2 equal to W1 equal to half. So in this way, the general expression y1 equal to y0 plus w1 k1 plus w2 k2 reduces to the second order linear method, which gives w1 equal to half and w2 equal to half. ഏതാണ് ജനറൽ എക്സ്പ്രഷൻ എഴുതുക, രണ്ട് സൈഡിൽ ടൈലർ സീരീസ് എക്സ്പാൻഷൻ എഴുതുക, കോഎഫിഷ്യൻസിനെ നമുക്ക് ഇക്വേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഫോർത്ത് ഓർഡർ ലീനിയർ മെത്തേഡ് എഴുതാൻ സാധിക്കും. സോ ദിസ് ഇസ് ദ വേ ടു റൈറ്റ് സെക്കൻഡ് ഓർഡർ ഫ്രം ദ ജനറൽ മെത്തേഡ്. ഇവിടെ നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് ഫോർത്ത് ഓർഡറിന് ഒരു ജനറൽ മെത്തേഡ് എഴുതും, അവിടെ നിന്ന് നമ്മൾ അതിൻ്റെ എക്സ്പ്രഷനിലേക്ക് പോകും. മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി നമ്മൾ എഴുതാൻ പഠിക്കുന്നത് ഫോർത്ത് ഓർഡർ രംഗേക്കുട്ട മെത്തേഡാണ്. So this is the general form of the fourth order Rengekutta method, which is similar to the general form of the second order Rengekutta method. ഇത് എഴുതിയതുപോലെ തന്നെ നിങ്ങൾക്ക് ഫോർത്ത് ഓർഡറിന്റെ Rengekutta മെത്തേഡിന്റെ ജനറൽ ഫോം എഴുതാൻ പറ്റും. y1 എന്ന് പറയുന്നത് y0 പ്ലസ് w1 k1 പ്ലസ് w2 k2 പ്ലസ് w3 k3 പ്ലസ് w4 k4. നമ്മൾ അവിടെ ഇനി എന്ത് ചെയ്തു? we wrote k1 k2 k3, sorry, we wrote k1 and k2 there. അതുപോലെ ഇവിടെ എന്ത് എഴുതണം? k1 k2 k3 k4 നമ്മൾ എഴുതണം. സെയിം തിങ്. അതുപോലെ തന്നെ സൈക്ലിക് കോമ്പിനേഷൻ ഉപയോഗിച്ച് നമുക്ക് എഴുതാൻ പറ്റും, ഓർക്കാനും എളുപ്പമാണ്. k1 എന്ന് പറയുന്നത് പഴയതുപോലെ h into f of x0 y0, k2 എഴുതുമ്പോൾ h into f of എന്താകും? x0യുടെ കൂടെ ഒരു ഇൻക്രിമെന്റ് വരും, x0 പ്ലസ് ആൽഫ 0h, y0 പ്ലസ് ബീറ്റ 0 k1. ഇതായിരുന്നു നമ്മൾ സെക്കൻഡ് ഓർഡറിൽ എഴുതി നിർത്തിയത്. ഇത് നമുക്കിവിടെ ആരൊക്കെ വേണം? k3യും k4ഉം കൂടെ വേണം. അതും ഇതേപോലെ നമുക്ക് എഴുതാൻ പറ്റും. സോ k3 എന്ന് പറയുന്നത് h into f of k3 എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നിങ്ങൾക്ക് x0 പ്ലസ് ആൽഫ 0h ആണെങ്കിൽ അടുത്ത k3 വരുമ്പോൾ x ഒരു ഇൻക്രിമെന്റ് കൂടും, ആൽഫ 1h. അതേപോലെ ഇവിടെ എന്താകും? y0 പ്ലസ് ബീറ്റ 1 k1 കഴിഞ്ഞില്ല, ഒരെണ്ണവും കൂടെ വരണം. ബീറ്റ 1 k1ന്റെ കൂടെ ഒരു ഇൻക്രിമെന്റും കൂടെ വരും, പ്ലസ് അതൊന്ന് ശ്രദ്ധിക്കണം. നേരത്തെ നമുക്ക് ബീറ്റ ആണ് എടുത്തത്, ഇവിടെ നമ്മൾ എടുക്കുന്നത് ന്യൂ1 എന്ന് പറയുന്ന ഇൻക്രിമെന്റ് ആണ്. സോ ഇറ്റ് ഈസ് ബീറ്റ 1 k1 പ്ലസ് ന്യൂ1 k2, ബീറ്റ 1 k1 പ്ലസ് ന്യൂ1 k2. ഇതൊന്ന് പഠിക്കണം. അതായത് k3 എഴുതുമ്പോൾ ആൽഫ 0 മാറി ആൽഫ 1 ആകും, ബീറ്റ 0 മാറി ഇതിൽ ഒരു ടേമും കൂടെ വരും, ബീറ്റ 0 മാറി ബീറ്റ 1 k1 ആകും, പ്ലസ് ന്യൂ1 k2 എന്ന് പറയുന്ന ആ കോഎഫിഷ്യന്റ് കൂടെ വരും. ഇങ്ങനെയാണെങ്കിൽ k4 എന്ന് നിങ്ങൾ എഴുതി നോക്കി. എല്ലാവരുടെയും നോട്ട് വേണം, നിങ്ങൾ സ്വന്തമായിട്ട് എഴുതുക. ഇപ്പോൾ h into f of x0 പ്ലസ് ആൽഫ 1 മാറി ആരാകും? ആൽഫ 2h ആകും, y0 പ്ലസ് ബീറ്റ 1 മാറി ബീറ്റ 2 ആകും k1, പ്ലസ് ന്യൂ1 മാറി എന്താകും? ന്യൂ2 ആകും k2, ഒരു ടേമും കൂടെ വരും, ഡെൽറ്റ 1 k2. അപ്പോൾ ഇത്രയും കോഎഫിഷ്യന്റ് നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. നിങ്ങൾക്കറിയാം എന്ത് ചെയ്താൽ മതി? ഓരോന്നിന്റെയും ടൈലർ സീരീസ് എക്സ്പാൻഷൻ എടുത്ത് LHSന്റെ ടൈലർ സീരീസ് എക്സ്പാൻഷൻ എടുത്ത് ഇക്വേറ്റ് ചെയ്താൽ മതി. സോ ഇറ്റ് വാസ് ഫസ്റ്റ് ഡിറൈവ്ഡ് ബൈ ഗിൽസ് ആൻഡ് ദ മെത്തേഡ് ഈസ് കോൾഡ് ഗിൽസ് മെത്തേഡ്. ഇത് നമുക്ക് അതിന്റെ എക്സ്പാൻഷൻ പാർട്ട് ഇല്ല, ചെയ്യേണ്ട എക്സ്പാൻഷൻ പാർട്ട് ഇതേ ഉള്ളൂ. ടൈലർ സീരീസ് എക്സ്പാൻഷൻ എഴുതുക, രണ്ട് സൈഡിലും ഇക്വേറ്റ് ചെയ്യുക. If we equate that thing, we will get the final answer. We will get what are those variables, etc. അത് എളുപ്പത്തിൽ എഴുതാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, we will write the fourth order Rengekutta method directly. The method is
ഇതിനെ എന്ത് ചെയ്യണം, എക്സ്പാൻഡ് ചെയ്ത് നമ്മൾ കഴിഞ്ഞ തവണ കണ്ടു സെക്കൻഡ് ഓർഡർ ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായതാണ് ഓരോ എഫിൻ്റെയും ഡോ എഫ് ബൈ ഡോ എക്സിൻ്റെയും ഡോ എഫ് ബൈ ഡോ വൈ ഒക്കെ ഇക്വേറ്റ് ചെയ്താണ് നമ്മൾ ഓരോന്നും എത്തിയത്. അങ്ങനെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് നമുക്കുണ്ട്, നമുക്ക് അത്രയും ഡെറിവേഷൻ നമുക്ക് പഠിക്കാനില്ല. അതിന് പകരം നമ്മൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പോകുന്നത്, അതായത് ഇത് നിങ്ങൾക്ക് കിട്ടുന്നത് y1 എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ y1 = y0 പ്ലസ് ഹാഫ് k1 പ്ലസ് k2 എന്നല്ലേ കിട്ടിയ എല്ലാം ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ. അതുപോലെ ഇവിടെ കിട്ടുന്ന ഫൈനൽ ആൻസർ നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. y1 എന്ന് പറയുന്നത് y0 പ്ലസ് 1/6 k1 പ്ലസ് 2k2 പ്ലസ് 2k3 പ്ലസ് k4. ഇതാണ് ഫൈനൽ ആൻസർ. സോ ദിസ് ദ ഫോർത്ത് ഓർഡർ രംഗേ കുട്ടാ മെത്തേഡ്. എങ്ങനെ ഇതിനെ ഇക്വേറ്റ് ചെയ്ത് we will calculate all coefficients like w1, w2, w3, w4, alpha 0, beta 0, alpha 1, beta 1, mu1 ഇതെല്ലാം നമുക്ക് ഗിബ്സ് മെത്തേഡ് ഉപയോഗിച്ച് പ്രൂവ് ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടുന്ന ഉത്തരം ഇതാണ്. y1 = y0 പ്ലസ് 1/6 k1 പ്ലസ് 2k2 പ്ലസ് 2k3 പ്ലസ് k4. ഇത് കാണാതെ പഠിക്കാൻ പറ്റുക. ഇത് കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് യു ക്യാൻ സേ വാട്ട് ആർ ദോസ് കോഎഫിഷ്യന്റ് വാല്യൂസ്. ഇതൊന്ന് കമ്പയർ ചെയ്താൽ പോലെ വാട്ട് ഈസ് w1? w1 എന്ന് പറയുന്നത് 1/6. അല്ലാതെ നമുക്ക് ആ ഡെറിവേഷൻ അതേപോലെ നമുക്കില്ല, അതൊരു വലിയ ഡെറിവേഷൻ ആണ്. പകരം യു ഹാവ് ടു റൈറ്റ് വാട്ട് ആർ ദോസ് കോഎഫിഷ്യന്റ് വാല്യൂസ്. അതെങ്ങനെ കാണാൻ പഠിക്കുന്നതിനെക്കാട്ടിലും ഈ ഇക്വേഷൻ എഴുതി തിരിച്ച് ബാക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് നിങ്ങൾ കൊടുത്താൽ നിങ്ങൾക്ക് എല്ലാ പാരാമീറ്റർ വാല്യൂയും കിട്ടും. സോ വാട്ട് ഇസ് w1? w1 എന്ന് പറയുന്നത് 1/6 ആണ്. വാട്ട് ഇസ് w2? w2 എന്ന് പറയുന്നത് 2/6 ആണ്. വാട്ട് ഇസ് w3? w3 is also 2/6. What is w4? w4 is 1/6. So in this way നമ്മൾ ടൈലർ സീരീസ് എക്സ്പാൻഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂസ് ആണ് ഇത്. നമ്മൾ അത് എളുപ്പത്തിൽ ഒന്ന് എഴുതി എന്ന് മാത്രം. ആ എക്സ്പാൻഷൻ, ആ ഡെറിവേഷൻ നമുക്ക് സിലബസിൽ ഇല്ലാത്തത്. ബട്ട് വി ഹാവ് ടു റൈറ്റ് ദോസ് പാരാമീറ്റർ വാല്യൂസ്. ഇതാണ് w1, w2, w3, w4 എന്ന് പറയുന്ന പാരാമീറ്റർ വാല്യൂ. നമുക്കത് ഫൈനൽ ഇക്വേഷൻ എഴുതി ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുമ്പോൾ നമുക്ക് കിട്ടും. അടുത്ത് നമുക്ക് വേണ്ടത് ആൽഫ 0, ബീറ്റ 0, ആൽഫ 1, ബീറ്റ 1, mu1, ആൽഫ 2, ബീറ്റ 2, mu2, ഡെൽറ്റ 1. ഇത്രയും വാല്യൂസ് ആണ് നമുക്ക് വേണ്ടത്. ഇത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന, ഓർത്തു വെക്കാൻ പറ്റുന്ന ഒരു കാര്യം, ആദ്യം സൈക്ലിക് ആയിട്ട് ആൽഫ 0യുടെ വാല്യൂവും ബീറ്റ 0യുടെ വാല്യൂവും ആൽഫ 1ന്റെ വാല്യൂവും mu1ന്റെ വാല്യൂവും ഇതേപോലെ എഴുതി കഴിഞ്ഞാൽ ആൽഫ 0, ബീറ്റ 0, ആൽഫ 1, ബീറ്റ 1 ഇല്ല, പകരം mu1. ഇത്രയും വാല്യൂസ് എന്താണ്? ഈക്വൽ ആണ്, ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ആണ്. ഇത്രയും വാല്യൂസ് ഈക്വൽ ആണ്, അത്രയും വാല്യൂസ് എന്താണ്? ഹാഫ് ആണ്. അപ്പോൾ വി ക്യാൻ റൈറ്റ് ആൽഫ 0 ഈക്വൽ ടു ബീറ്റ 0 ഈക്വൽ ടു ആൽഫ 1 ഈക്വൽ ടു mu1 ഈക്വൽ ടു ഹാഫ്. കിട്ടി. ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നു എന്ന് മാത്രം. ഇത് എല്ലാം ചെയ്യണം. ഒരിക്കലും ഞാൻ പറയുന്നു, ആ ഗിബ്സ് മെത്തേഡ് വെച്ച് ഡെറിവേറ്റ് ചെയ്താണ് നമുക്ക് എഴുതേണ്ടത്. ഡെറിവേഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ഇത് എളുപ്പത്തിൽ പറഞ്ഞു തരുന്നത്. അപ്പം ഈ ഒരു രീതിയിൽ നമുക്ക് ഇത്ര വാല്യൂസും കിട്ടി. അടുത്ത് നമുക്ക് വേണ്ടത് ബീറ്റ 1 തൊട്ട് താഴെയുള്ള ബീറ്റ 2. ബീറ്റ 1ഉം ബീറ്റ 2ഉം അതുപോലെ mu2 എന്തായിരിക്കും? ബീറ്റ 1, ബീറ്റ 2, mu2 ഇവര് 3 പേരും ഈക്വൽ ആണ്, ആൻഡ് ബോത്ത് ആർ 0. അവരെല്ലാവരും എന്താണ്? 0 ആണ്. അപ്പൊ അടുത്ത് നമുക്ക് കിട്ടുന്ന ഒരു കോഎഫിഷ്യന്റ് ബീറ്റ 1 ഈക്വൽ ടു ബീറ്റ 2 ഈക്വൽ ടു mu2 ഈക്വൽ ടു 0. കാണാൻ പഠിക്കേണ്ട ഒരു എളുപ്പ വഴിയാണ് പറയുന്നത്. ബീറ്റ 1, ബീറ്റ 2, mu2 അതെന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി നമുക്ക് അവിടെ റിമെയിൻ ചെയ്യുന്ന കോഎഫിഷ്യൻസ് ആരൊക്കെയാണ്? ആൽഫ 2, ഡെൽറ്റ 1. ആൽഫ 2, ഡെൽറ്റ 1 അവന്മാർ രണ്ടും എന്തായിരിക്കും? സെയിം ആയിരിക്കും, ആൻഡ് ബോത്ത് ആർ ഈക്വൽ ടു 1. സോ ആൽഫ 2 ഈക്വൽ ടു ഡെൽറ്റ 1 ഈക്വൽ ടു 1. സോ വി റോട്ട് ഓൾ ദ പാരാമീറ്റേഴ്സ് വാല്യൂ. ചെയ്യേണ്ടത് ഇത് എഴുതുക, k1, k2, k3, k4 എഴുതുക. റൈറ്റ്. നിങ്ങളുടെ പേപ്പർ എഴുതുമ്പോൾ നിങ്ങൾ പറയണം we have to expand both sides using Taylor series expansion, and the method is called Gibbs method.
After the expansion, equate the derivatives of f of xy. We got w1 equal to 1 by 6, w2 equal to 2 by 6, w3 equal to 2 by 6, w4 equal to 1 by 6. ഇതിങ്ങനെ കാണാൻ പഠിക്കാതിരിക്കാൻ ഇത് സൈഡിൽ ഇത് എഴുതി വെച്ച് ഇത് എളുപ്പമാണ്. We have to learn this one for writing the formula. y1 equal to y. This is the fourth order Rengenkutta method. y1 equal to y0 plus 1 by 6, k1 plus 2k2 plus 2k3 plus k4. ഇതിൽ നിന്നും ഇത് എഴുതാം. ഇത് ഒരു സൈക്ലിക് രീതിയിൽ ഞാൻ പറഞ്ഞു തന്ന രീതിയിൽ ഒന്ന് ഓർത്ത് വെച്ചാൽ യു ഗോട്ട് ഓൾ ദീസ് പാരാമീറ്റർ വാല്യൂസ്. അത് കിട്ടിക്കഴിഞ്ഞാൽ തീർന്നില്ല. യു ഹാവ് ടു ഫൈനലി റൈറ്റ് what is k1. What is k1? h into f of x0 by 0. What is k2? h into f of x0 plus alpha 0 ക്ക് വരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതണം. alpha h half h by 0 plus half k1. അടുത്ത k3 എന്ന് പറഞ്ഞാൽ h into f of x0 plus alpha 1 ന് പകരം എന്ത് കൊടുക്കണം? half h by 0 plus beta 1 ഇല്ല, beta 1 0 ആണ്, പ്ലസ് ന്യൂ 1 ന് പകരം half k2. ഇതേപോലെ k3 ഉം k4 ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഫോർത്ത് ഓർഡർ Rengenkutta മെത്തേഡ് കഴിഞ്ഞു. ആൻഡ് യു ഹാവ് ടു ലേൺ ഈ ഇക്വേഷൻ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. y1 equal to y0 plus 1 by 6 k1 plus 2k2 plus 2k3 plus k4. ഇത്രയേ ഉള്ളൂ ഫോർത്ത് ഓർഡർ Rengenkutta മെത്തേഡ്. Hope you all understand. Thank you.